ഫ്രണ്ട്സ്, ഈ വർഷം തീർന്നു പോകുവാൻ ഇനി വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഒരു വർഷം എത്ര പെട്ടെന്നാ പോയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. തന്റെ ഗോൾ നേടിയെടുക്കാനൊന്നും ചെയ്തില്ല, പുതിയ സ്കില്ലുകളൊന്നും പഠിച്ചില്ല, അവനവനെ ഒരു തരത്തിലും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തില്ല. ഈ വർഷം തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നോ അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു എങ്കിൽ നിങ്ങളുടെ ഈ കഴിഞ്ഞ വർഷം അത്രയധികം ഇമ്പോർട്ടൻ്റ് അല്ലാതെ കടന്നുപോയി എന്നാണ് അർത്ഥം. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കിത് ഓർമ്മ വന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഈ വർഷം കഴിയുന്നതിന് മുൻപ് ഇപ്പോൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഒരു ബെസ്റ്റ് വർഷമാക്കാൻ പറ്റും. ഇനിയും ഈ വർഷത്തിൽ നിങ്ങളുടെ മുന്നിൽ കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വർഷത്തിൽ ഇനിയും ചെലവാക്കാൻ കുറെ മണിക്കൂറുകളുണ്ട്. ഇതിൽ നിന്നും ഈ വർഷത്തിൽ നിങ്ങൾ ഇനി ഉറങ്ങുന്ന സമയം കുറയ്ക്കേണ്ടതായിട്ട് വരും. ബാക്കി ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് കുളിക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട് പോകും. ഇനി നിങ്ങൾക്ക് ഒരു 10 മണിക്കൂറെങ്കിലും ജോബ് ചെയ്യേണ്ടതായിട്ടും വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ ദിവസത്തിൽ നിന്ന് എല്ലാം വെട്ടിക്കുറച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു 4 മണിക്കൂർ എന്തായാലും ഡെയിലി കിട്ടും. ഇനി ബാക്കിയുള്ള ഈ വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് നോക്കുക. അതിൽ ഓരോ ദിവസവും 4 മണിക്കൂർ വീതം നിങ്ങൾക്ക് കിട്ടുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അത്രയും മണിക്കൂറുകൾ നിങ്ങൾ ഇനി ഈ വർഷത്തിൽ ക്രിയേറ്റീവായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തിൽ നേടിയെടുക്കാനുള്ള ഗോളുകൾ നേടിയെടുക്കുവാൻ പറ്റും. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. അതല്ലേ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 4 ദിവസം ഈ പറഞ്ഞതുപോലെ 4 മണിക്കൂറിനെ കൃത്യമായി പ്രോഗ്രസിന് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയും ഒരാഴ്ച കഴിയുമ്പോൾ പഴയ പോലെ തന്നെ ആകും. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള 2 പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റായി മാറുവാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം വൈകിക്കാതെ തന്നെ വേഗം നിങ്ങളുടെ കാര്യങ്ങൾ തുടങ്ങാം. സോ ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ കാര്യം പറയാം. നിങ്ങൾ ഇനി പുറമേയുള്ളവരുടെ കൂടെ കൂടുതൽ സമയം അടിച്ചു പൊളിച്ച് നടക്കാനൊന്നും ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ തോന്നണം, ഇയാൾ എവിടെ പോയി, കാണാനേ ഇല്ലല്ലോ എന്ന്. ന്യൂട്ടനെയും ആപ്പിളിനെയും കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ ന്യൂട്ടൻ ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ന്യൂട്ടന്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വീണു. അതോടുകൂടി ന്യൂട്ടൻ സയൻസിന്റെ എല്ലാ ചിന്തകളെയും മാറ്റിമറിച്ച യൂണിവേഴ്സ് ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. ഇങ്ങനെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? എന്നാൽ ഇത് പൂർണ്ണമായും ശരിയൊന്നുമല്ല. ന്യൂട്ടന് ഗ്രാവിറ്റി തിയറി കണ്ടുപിടിക്കാൻ വേണ്ടി 18 മാസം ചെലവാക്കേണ്ടി വന്നു. ഈ ദിവസങ്ങളിൽ അത്രയും മാക്സിമം ഹവേഴ്സ് അദ്ദേഹം തന്റെ റൂമിനകത്ത് തനിച്ചാണ് ഉണ്ടായിരുന്നത്. ന്യൂട്ടന്റെ കാര്യം മാത്രമല്ല, എവല്യൂഷൻ തിയറി ഇൻവെന്റ് ചെയ്ത ചാൾസ് ഡാർവിൻ അദ്ദേഹം തന്റെ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളിൽ നിന്നെല്ലാം ദൂരെയായി ഒരു ഐലൻഡിൽ പോയി ജീവിച്ചു. അവിടെ ചെന്നിട്ട് അദ്ദേഹം ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ മുതൽ ഓരോരോ മൃഗങ്ങളെയും ഓരോ ജീവികളെയും സസ്യങ്ങളെയും കുറിച്ചിട്ട് നിരീക്ഷണം നടത്താൻ തുടങ്ങി. എത്രയധികം സാധിക്കുമോ അദ്ദേഹം ഇതിന്റെ എല്ലാം സാമ്പിളുകൾ ശേഖരിക്കുവാനും തുടങ്ങി. ഇങ്ങനെ അദ്ദേഹം ഏകദേശം 5 വർഷം കൊണ്ട് ഭൂമിയുടെ ഒരു 25% സ്ഥലങ്ങളിലും അദ്ദേഹം കറങ്ങി വന്നു. അവിടെ നിന്നെല്ലാം അനവധി സാമ്പിളുകൾ ശേഖരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ റിസർച്ച് സെന്ററിൽ ഇതിനെക്കുറിച്ചെല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഈ റിസർച്ചിന്റെ ഈ 5 വർഷം ഉണ്ടായിരുന്നല്ലോ, ഇത്രയും കാലം അദ്ദേഹം പൂർണ്ണമായും തനിച്ചായിരുന്നു. ലോകത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ കഥ നമ്മൾക്ക് കേൾക്കാൻ കഴിയും. അതായത് അവർ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ അത്രയും കാലം ഏകാന്തമായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. ഈ പ്രസന്റ് ടൈമിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ആളുകളെ അറിയാൻ പറ്റും. ഉദാഹരണത്തിന് മാർക്ക് സക്കർബർഗ്, എലോൺ മസ്ക്, സ്റ്റീവ് ജോബ്സ്, ജെഫ് ബെസോസ്, ബിൽ ഗേറ്റ്സ്, ഇതുപോലെയുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. ഇവരെല്ലാവരും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇൻവെന്റ് ചെയ്തതും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചതും. പക്ഷെ അവർ ഒരുപാട് സമയം തനിച്ച് ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളും ചെയ്യേണ്ടത്, ഇനി ബാക്കിയുള്ള ഈ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ പറ്റുന്നത്രയും സമയം തനിച്ചിരിക്കുവാൻ വേണ്ടി ശീലിക്കുക. അതായത് ഇനി അവശേഷിച്ചിരിക്കുന്ന ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒഴിവുള്ള മണിക്കൂറുകളിൽ മുഴുവനും നിങ്ങൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി ശീലിച്ചാൽ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് സാധിക്കാത്ത അത്രയും ഗ്രോത്ത് ഉണ്ടാക്കുവാൻ കഴിയും. വീഡിയോ കണ്ട് കംഫർട്ടായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡിസ്കംഫർട്ടിനെ കുറിച്ചിട്ടൊരു കാര്യം പറയട്ടെ. ജീവിതം എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല എന്ന് നമുക്കറിയാം. ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു അവസ്ഥയിലുള്ള ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? എന്താണ് ഡിസ്കംഫർട്ട് സോൺ? ഉദാഹരണം പറഞ്ഞുതരാം. ബാത്റൂമിൽ മാത്രം പാട്ട് പാടാറുള്ള ഒരാൾക്ക് കയ്യിലൊരു മൈക്ക് കൊടുത്ത് സ്റ്റേജിലേക്ക് കയറ്റിവിട്ട് പാടുവാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സോണുകൾ ഉള്ളതുപോലെ ഡിസ്കംഫർട്ട് സോണുകളും ഉണ്ട്. ഇതിനെ എങ്ങനെ നേരിടാം? എങ്ങനെ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാം? എങ്ങനെ നമ്മുടെ ഡിസ്കംഫർട്ട് സോണുകളെ കൈകാര്യം ചെയ്യാം? ഇതിനെക്കുറിച്ച് നമ്മൾക്ക് വളരെ വ്യക്തത നൽകുന്ന ഒരു പുസ്തകമുണ്ട്, ഡിസ്കംഫർട്ട് സോൺ എന്ന പുസ്തകം. ഈ പുസ്തകം ഈയിടെ ഞാൻ കുക്കു FM-ൽ നിന്നും കേട്ടു നോക്കി. നമ്മുടെ എല്ലാ കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഡിസ്കംഫർട്ട് സോണിനെ കീഴടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ പ്രചോദനമാണ് ഈ പുസ്തകത്തിലൂടെ എനിക്ക് കിട്ടിയത്. കുക്കു FM-ൽ ഇതുപോലെയുള്ള പല പുസ്തകങ്ങളും ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. 50,000-ൽ പരം പുസ്തകങ്ങൾ അതും ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജുകളിലും ലഭ്യമാണ്. ഈ കുക്കു FM-ന്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് 399 രൂപയാണ്.
എന്നാൽ നിങ്ങളിപ്പോൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 199 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. ഫലത്തിൽ ഒരു ദിവസം വെറും 50 പൈസ മാത്രം ചെലവാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഓഡിയോ ബുക്ക് ലൈബ്രറി സ്വന്തമാകുന്നത്. നമ്മുടെ നോളജും കോൺഫിഡൻസും ശക്തിയും മനഃശാന്തിയും എല്ലാം വികസിപ്പിക്കുവാൻ വേണ്ടി ഒരു ദിവസം 50 പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FM-ന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കുക്കു FM വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. കം ബാക്ക് ടു ദ വീഡിയോ. നമ്പർ 2, അവനവനെ ബോറടിക്കുന്നതായിട്ട് മനസ്സിലാക്കൂ. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ, മൊബൈൽ, ഇന്റർനെറ്റ് ഇങ്ങനെ ഒരുപാട് ഗാഡ്ജറ്റ്സ് നമുക്കുണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് വേണോ അതൊക്കെ ചെയ്യാം, അല്ലേ? മുമ്പ് നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വർഷങ്ങൾ എടുക്കുമായിരുന്നു. എന്നാൽ അതേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാൻ കഴിയും. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ കാരണത്താൽ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ എളുപ്പത്തിലാക്കി കഴിഞ്ഞു. എന്നാൽ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നവർ വളരെ കുറവേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിയാണ് മനുഷ്യന് എല്ലാത്തിൻ്റെയും റിസൾട്ട് ഉടനെ തന്നെ വേണം. അത് പഠനമാകട്ടെ, ഓഫീസിലെ കാര്യങ്ങളാകട്ടെ, അസൈൻമെന്റുകളാകട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി. നമുക്കിങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും പെട്ടെന്ന് നമുക്ക് അതിനൊരു സന്തോഷം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾക്കത് പതുക്കെ ബോറടിക്കാൻ തുടങ്ങും. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു കാര്യത്തിന്റെ റിസൾട്ട് ശരിക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി അത് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ വർഷത്തിൽ നിങ്ങൾ എന്താണോ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചത്, അത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടതാവട്ടെ, പഠനവുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതുപോലെ എന്തുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആ കാര്യത്തെ ഇപ്പം നിങ്ങളൊന്ന് പൊടിതട്ടിയെടുക്കൂ. ഈ ഒരു വർഷം കഴിയുന്നത് വരയ്ക്കും ഒരു റിസൾട്ടും തിരിച്ചു പ്രതീക്ഷിക്കാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. സംശയിക്കേണ്ട, നിങ്ങൾക്ക് ആദ്യം നല്ല ബോറിംഗ് ആയിരിക്കും. എന്നാൽ ഈ ബോറിംഗ് സഹിക്കുന്നത് നിങ്ങളുടെ ശീലമാക്കി മാറ്റും. നിങ്ങൾക്ക് ബോറടിക്കുന്ന സമയത്ത് ഇതിന് കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കും. നിങ്ങൾക്ക് ബോറടിച്ചാലും നിങ്ങൾ അതിനെ നിർത്താതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മാസം കൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞുതരാം. ഇത് ബോണസ് പോയിന്റ് ആണ്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കും. പ്രശസ്തനായ അമേരിക്കൻ ഓതർ സ്റ്റീവ് കോൾട്ടർ തന്റെ ബുക്കായ ദ ആർട്ട് ഓഫ് ഇംപോസിബിൾ എന്ന ബുക്കിൽ പറയുന്നു, ഏതൊരു കാര്യവും ചെയ്യുന്നത് ഈസിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായ വഴിയാണ് അതിനെ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ ചെയ്യുക എന്നത്. അതായത് ഒരു കാര്യം നമ്മൾ ഫ്ലോ സ്റ്റേറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഒരേപോലെ സിങ്ക്രണൈസ് ആയി വർക്ക് ചെയ്യും. ഈ രീതിയിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു ദിവസത്തിൽ 2 മണിക്കൂർ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ജോലി 4 മണിക്കൂർ അശ്രദ്ധമായി ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഇന്നത്തെ കാലത്തെ യൂത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഡിസ്ട്രാക്ഷൻസ് ആണ്. കുറച്ച് സമയം കണ്ടിന്യൂസ് ആയി നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട് വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യും, ഫോൺ റിങ് ചെയ്യും, പലതും സംഭവിക്കും. മൈക്രോസോഫ്റ്റിന്റെ ഒരു റിസർച്ചിൽ ഇത് പറയുണ്ടായിരുന്നു, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കകം മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 33% ആയിട്ട് കുറഞ്ഞിട്ടുണ്ടത്രേ. എന്നാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു ഫ്ലോ സ്റ്റേറ്റിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. അതായത് നിങ്ങളുടെ കാര്യങ്ങളെ ഡബിൾ സ്പീഡിൽ കൊണ്ടുപോകാൻ കഴിയും. ഈ മെത്തേഡിനെയാണ് 3C മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലെ ഒന്നാമത്തെ C എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ക്രിയേറ്റ്. രണ്ടാമത്തെ C എന്ന് പറയുന്നത് മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. രണ്ടാമത്തെ C തന്റെ കോഗ്നിറ്റീവ് മൈൻഡിന്റെ ഫംഗ്ഷൻസിനെ മനസ്സിലാക്കുക. ഇതെല്ലാം എന്താണെന്ന് ഓരോന്നായി പറഞ്ഞുതരാം. ആദ്യം ഒന്നാമത്തെ C പറഞ്ഞുതരാം. ഫ്ലോ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ആ അന്തരീക്ഷം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിരിക്കണം. പറയുന്നത് ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട കാര്യമല്ല, 2-3 മാസത്തിന്റെ കാര്യമാണ്. ഇത് ഓർമ്മ വേണേ. ഈ 2-3 മാസം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എത്രയധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ആവശ്യമില്ലാതെ എന്റർടൈൻമെന്റിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വേറൊരാളുടെ കയ്യിൽ കൊടുത്ത് നിങ്ങൾക്ക് 2-3 മാസം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പരിചയമില്ലാത്തൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി അത്രയധികം സംഘർഷം മനസ്സിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഇതിൽ എനിക്ക് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിൽ പിന്നെ എവിടെയാണ് എനിക്ക് കൺട്രോൾ കിട്ടുക എന്ന്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ സംസാരിക്കണം. അതായത് ഞാൻ കുറച്ച് മാസത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറയണം. അതുകൊണ്ട് എന്നെ കുറച്ച് കാലത്തേക്ക് ഒന്നിലേക്കും ഡിസ്ട്രാക്ട് ചെയ്യരുത് എന്ന് പറയണം. ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് C ഇതിന്റെ ഒപ്പം തന്നെ കംപ്ലീറ്റ് ആവും. ഇനി പറയുന്നത് ലാസ്റ്റ് C യെ കുറിച്ചിട്ടാണ്, അതായത് കോഗ്നിറ്റീവ് മൈൻഡ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നാൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് ഒന്നിന്റെ പിന്നാലെ ഒന്നായിട്ട് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരുന്നാൽ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ക്ഷീണിച്ചു പോകും. നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യമില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും ആ ടൈം ടേബിളിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, വർക്ക്, ഇതിനെല്ലാം കോമ്പിനേഷൻ ചെയ്ത് വെക്കുകയും വേണം. അതായത് അതിൽ നിങ്ങളുടെ പ്രവൃത്തി വരണം, നിങ്ങളുടെ റെസ്റ്റ് വരണം, ഭക്ഷണം വരണം, എല്ലാം അതിൽ ഉൾപ്പെടണം. ഇന്റർനെറ്റിൽ തന്നെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെയാണ് ബ്രേക്ക് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് കാണുക. ഈ 3C മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
മനസ്സിലാവും കുറച്ച് കാലങ്ങൾക്ക് അപ്പുറം നിങ്ങളുടെ എബിലിറ്റീസ് എല്ലാം വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഏത് ഗോളിലാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ സമീപത്തേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ലിമിറ്റഡ് ടൈം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ സമയത്തിൽ, ഈ വർഷത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്ത് നേടിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന്. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ, ബൈ.